വീടിന്റെ പുറത്തെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ബാത്റൂമിലെ വെള്ളം നിൽക്കും, ബാത്റൂമിലെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ കിച്ചണിലെ ടാപ്പിലെ വെള്ളം നിൽക്കും. ഇതാണ് ഈ വീട്ടിലത്തെ പ്രശ്നം. അപ്പൊ ഇതിന് കാരണം വേറെ ഒന്നുമല്ല, ഈ ഫിൽട്ടർ തന്നെയാണ്. ഈ ഫിൽട്ടർ ബ്ലോക്ക് ആയിട്ട് ഇതിൽ നിന്ന് വെള്ളം വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സിസ്റ്റം അല്ല. കസ്റ്റമർ ആണെങ്കിൽ എല്ലാ ആഴ്ചയിലും ബാക്ക് വാഷ് ചെയ്യുന്നുണ്ട്, പിന്നെ 2 വർഷമായിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്തിട്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അതിന്റെ കാരണം നമുക്ക് ഈ വാൽവ് ഊരി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. കസ്റ്റമർ ബാക്ക് വാഷ് ചെയ്യുന്നുണ്ടെങ്കിലും അത് പ്രോപ്പർ ആയിട്ടല്ല നടന്നിരുന്നത്. കാരണം ഫിൽറ്ററിൽ കയറിയിരിക്കുന്ന ചെളി തീരെ പുറത്തേക്ക് പോയിരുന്നില്ല. അതിനൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്ക് വാഷ് ചെയ്യുന്നത് ടാങ്കിലെ വെള്ളം വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ പ്രഷർ കുറവായതുകൊണ്ട് ബാക്ക് വാഷ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും മോട്ടറിന്റെ ലൈനും കൂടി എടുത്ത് ഫിൽറ്ററിലേക്ക് കൊടുക്കാറുണ്ട്, സെപ്പറേറ്റ് ഒരു വാൽവ് വെച്ച്. അപ്പൊ നമുക്ക് പമ്പ് വെച്ചിട്ടും കൂടി ഫിൽറ്റർ ബാക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. അപ്പൊ പ്രഷറിൽ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഫിൽറ്ററിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ചെളി നല്ലപോലെ പുറത്തേക്ക് പോകും. അപ്പോൾ ഫിൽറ്ററിന് കൂടുതൽ ലൈഫും കിട്ടും. അപ്പൊ നമ്മളിവിടെ ചെയ്തത് പ്ലംബിംഗ് ലൈൻ ഫുൾ മോഡിഫൈ ചെയ്തു. ഫിൽറ്റർ പമ്പ് ഉപയോഗിച്ചും കൂടി ബാക്ക് വാഷ് ചെയ്യാവുന്ന രീതിയിൽ പ്ലംബിംഗ് ചെയ്തു. അതിനുശേഷം ഫിൽറ്റർ മീഡിയ മാറ്റി പുതിയ മീഡിയ നിറച്ചു. അപ്പോൾ ഇത് ചെയ്തപ്പോൾ തന്നെ കസ്റ്റമർക്ക് എല്ലാ ടാപ്പുകളിലും നല്ല ഫ്ലോയിൽ വെള്ളം കിട്ടാൻ തുടങ്ങി. മുകളിലത്തെ റൂമിലുള്ള ബാത്റൂമിലൊക്കെ നല്ല ഫ്ലോയിൽ വെള്ളം കിട്ടാൻ തുടങ്ങി. അപ്പൊ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതേപോലെ ഫിൽറ്റർ വെച്ചിട്ട് ലൈനിൽ ഫ്ലോ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ വീട്ടിലേക്ക് നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ശീലമാക്കാം ശുദ്ധജലം.